ഞാൻ ഇപ്പോൾ കത്തനാരുടെ ട്രെയിലർ കണ്ടു. എൻ്റെ അമ്മ കിഡിലെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു അടിപൊളി പടാവാൻ ചാൻസ് ഉണ്ട് എന്ന്. പക്ഷെ ഇപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് നെക്സ്റ്റ് ലെവൽ നമ്മുടെ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അതായത് കോസ്റ്റ്യൂംസ് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ആടിൽ തന്നെ ഞാൻ അവരുടെ രാജാക്കന്മാരുടെ കോസ്റ്റ്യൂംസ് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് അതൊരു വെച്ച് കെട്ടിയ പോലത്തെ ഫീലാണ് എനിക്ക് കിട്ടാറ്. പൊതുവെ പല മലയാള സിനിമകളിലും ആ കോസ്റ്റ്യൂംസൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യാറ്. ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം ഓഫ് ത്രോൺ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ കോസ്റ്റ്യൂംസിന് തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഓരോ ആൾക്കാർ ഓരോ രാജാക്കന്മാർ വരുമ്പോൾ അവരുടെ അവിടുത്തെ ഭടന്മാർക്കൊക്കെ ഉണ്ടാവുന്ന കോസ്റ്റ്യൂംസ് ഭയങ്കര ഡിഫറെൻ്റ് തന്നെ. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നമുക്ക് എല്ലാ കാലത്തും ഒരേ ഒരു രീതിയിലുള്ള ഒരു പടച്ചട്ട പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു മുണ്ടുണ്ട്. കേരളത്തിൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ പിടിക്കാൻ നോക്കായിരുന്നു എന്ന് പറയാറില്ല. അതേപോലെ ഇത് അടിപൊളിയായിരുന്നു. അതിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ ശരി, അതുപോലെ തന്നെ അതിന് കൊടുത്തിട്ടുള്ള കളർ ടോണിങ്, അതുപോലെ പിന്നെ കത്തനാരുടെ കഥകളും നമുക്ക് കുറേ ചെറുപ്പം തൊട്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് കുറേ ഒരു നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നല്ല ത്രില്ലടിച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി അതിൽ അയാൾക്കുണ്ട്. കത്തനാർ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സെറ്റപ്പിനെ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും ചോരാതെ ആ സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ഒരു ട്രെയിലറും വെച്ചിട്ട് കമ്പയർ ചെയ്യാച്ചാൽ പടം ബെസ്റ്റ് ആയിരിക്കും. കാരണം അവരത്രയും നല്ല രീതിയിൽ അതിനെ പണിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കാലമായി അതിൻ്റെ ഒരു വർക്ക് നടക്കണു. നമ്മൾ കുറേ ഞാനടക്കം ആ ടീസർ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ട്രെയിലർ വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ഞാൻ കണ്ടിട്ടുള്ള അതിലെ ഓരോ ആക്ടേഴ്സിൻ്റെയും കോസ്റ്റ്യൂംസൊക്കെ വളരെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഓരോ സ്ക്രീനും അതിൻ്റെ കളർ ടോണിങ്ങും ഡാർക്ക്നെസ് പിന്നെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മലയാള സിനിമയിൽ നിന്ന് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ. പിന്നെ ഉള്ളതായിട്ടുള്ളത് മറ്റേ അജയൻ്റെ രണ്ടാം മോഷണം അടിപൊളി വർക്കായിരുന്നു. അതുപോലെ എക്കോടെ ഡയറക്ടർ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ആ ഒരു ടോണിങ് കളർ ടോണിങ്ങും പിന്നെ ആ പ്രസൻറ്റേഷനും അടിപൊളിയായിരുന്നു. പിന്നെ ബേസിൽ ജോസഫിൻ്റെ മിന്നൽ മുരളി പുള്ളി അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വേൾഡ്. അങ്ങനെ നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. ഇതും ബെസ്റ്റ് ആയിരിക്കും, ബെസ്റ്റ് ആണെന്ന് തന്നെ ഞാനും വിചാരിക്കണേ. അടിപൊളി പരിപാടിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. ചിലപ്പോൾ നല്ലൊരു അടിപൊളി ഹിറ്റായിരിക്കും. ഹിറ്റിനെ കൂടി നല്ലൊരു അടിപൊളി തിയേറ്റർ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇത്. അങ്ങനെ പറയാം, അടിപൊളി സാധനമായിരിക്കും. കത്തനാരുടെ കഥ പറയാൻ മാത്രമുണ്ട്. അയാൾ ഒരുമാതിരി മാന്ത്രികമൊക്കെ ഉള്ള ആളല്ല. അപ്പോൾ ഒരു ജാതി വിടലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പാമ്പൊക്കെ ഇത് കൂടെ പോയി കഴിഞ്ഞാൽ വൈബ് പരിപാടിയായിരിക്കും. സോ ഹോപ്പ് യു വെൽ. ഒരു ബെറ്റർ തിയേറ്റർ വിഷ്വൽ ട്രീറ്റ് തരാൻ പറ്റട്ടെ എന്ന്. പിന്നെ എല്ലാം പോലെ ഇവിടെ യുദ്ധമൊക്കെ തന്നെയാണ്, ദുബായിൽ നിന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേക്കും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മൂഡിൽ കാണാൻ പറ്റിയ കുറച്ചുകൂടി സന്തോഷം. അപ്പോൾ അതങ്ങനെ.